എക്സ്ട്രാ മാരിറ്റൽ അഫയറിനെ കുറിച്ച് എന്താണ് അഭിപ്രായം? എക്സ്ട്രാ മാരിറ്റൽ അഫയറിനെ കുറിച്ച് വളരെ മോശമായ അഭിപ്രായം തന്നെയാണ്. അഭിപ്രായമാണ്. ബേസിക്കലി ഡിസോണസ്റ്റി ആണ്. കാര്യം ഒരു വ്യക്തിയുമായിട്ട് ഞാനൊരു റിലേഷൻഷിപ്പിലേക്ക് കയറി ആൻഡ് രണ്ടുപേരും മ്യൂച്വൽ കമ്മിറ്റ്മെന്റിൽ ഉണ്ടായല്ലോ ദാറ്റ് ഐ വിൽ ബി വിത്ത് യു. പലപ്പോഴും റിലേഷൻഷിപ്പ് എക്സ്പയറി ഡേറ്റ് ഉണ്ടാവില്ല, നമ്മളായിട്ട് ക്രിയേറ്റ് ചെയ്ത ഡേറ്റുകൾ. അത് റിലേഷൻഷിപ്സ് ആർ ഫോർ എവർ. പക്ഷെ അതിൽ ബ്രേക്ക് ചെയ്ത് വെൻ ഐ ഫൈൻഡ് കംഫർട്ട് ഇൻ സമ്മൺ എൽസ്, അതിനാണ് നമ്മൾ എക്സ്ട്രാ മാരിറ്റൽ എന്ന് പറയുന്നത്. മേ ബി ഞാൻ ആ റിലേഷൻഷിപ്പ് വെച്ചുകൊണ്ട് തന്നെ ഒരു സെക്കൻഡ് റിലേഷൻഷിപ്പിൽ പോകുന്നതുകൊണ്ടാണ് എക്സ്ട്രാ മാരിറ്റൽ എന്നുള്ള പേര് വന്നത്. സോ അതൊരു കൈൻഡ് ഓഫ് ചീറ്റിംഗ് ആണ്. പെർസ്പെക്റ്റീവ് ആണ് അവിടെ ആക്ച്വലി സ്പീക്കിംഗ്. ഇറ്റ് ഈസ് ചീറ്റിംഗ് വെൻ ഐ നോ ദാറ്റ് ഇപ്പം എന്റെ പാർട്ട്ണർ ആ റിലേഷൻഷിപ്പിൽ എനിക്കെല്ലാം തരുന്നു ആൻഡ് ഞങ്ങൾ തമ്മിൽ പറയത്തക്ക മേജർ ഇഷ്യൂസ് ഒന്നും ഇല്ല. അറ്റ്ലീസ്റ്റ് ഇപ്പൊ ഉണ്ടാവുന്ന ഇഷ്യൂസ് ഒക്കെ ഞാൻ ക്രിയേറ്റ് ചെയ്ത ഇഷ്യൂസ് ആവും. ആൻഡ് ദെൻ ഞാൻ കംപ്ലീറ്റ്ലി ആ വ്യക്തിയോട് ഡിസോണസ്റ്റി കാണിച്ചുകൊണ്ട് ഐ എം ഗോയിങ് ആഫ്റ്റർ സമ്മൺ എന്ന് പറയുമ്പോൾ ഇറ്റ്സ് റിയലി റോങ്. ചില കേസുകളിൽ ആ വ്യക്തിയുമായിട്ട് റിലേഷൻഷിപ്പ് യാതൊരു രീതിയിലും ഹെൽത്തി ആയിട്ട് കൊണ്ടുപോകാൻ പറ്റുന്നില്ല. വെരി അബ്യൂസീവ് റിലേഷൻഷിപ്പ്, യാതൊരു ട്രസ്റ്റ് ഇല്ല, ദിവസവും വഴക്ക്, കംപ്ലീറ്റ്ലി ഡിസ്ഫങ്ഷണൽ റിലേഷൻഷിപ്പ് ആൻഡ് ഫാമിലി. അങ്ങനത്തെ കേസിലും പീപ്പിൾ ടെൻഡ് ടു ഫൈൻഡ് കംഫർട്ട് ഇൻ അതേഴ്സ്. അപ്പൊ അവരുടെ പെർസ്പെക്റ്റീവ് തെറ്റെന്ന് പറയാൻ പറ്റില്ല. ഇറ്റ് ഈസ് ഓൾവേസ് പെർസ്പെക്റ്റീവ്. മാറി നിന്ന് ന്യൂട്രലായിട്ട് കണ്ടു നിൽക്കുന്ന നമ്മളാണ് അത് ജഡ്ജ് ചെയ്തത് ഇറ്റ്സ് റൈറ്റ് ഓർ റോങ്. ഇറ്റ്സ് പെർസ്പെക്റ്റീവ്. സോ ബട്ട് അഗെയിൻ ഇഫ് ഞാനൊരു റിലേഷൻഷിപ്പ് നിന്നുകൊണ്ട് മറ്റൊരു റിലേഷൻഷിപ്പ് സീക്ക് ചെയ്യുന്നുവെങ്കിൽ ഞാൻ എന്നോട് ചോദിക്കേണ്ട ഒരു ചോദ്യം, വൈ ഡു ഐ കീപ് ദിസ് റിലേഷൻഷിപ്പ് എന്നുള്ളത്. ഞാൻ എക്സിസ്റ്റിംഗ് ആയിട്ട് റിലേഷൻഷിപ്പ് വെച്ചുകൊണ്ടാണല്ലോ മറ്റൊരാൾ കംഫർട്ട് സീക്ക് ചെയ്യുന്നത്. സോ വിച്ച് മീൻസ് ദാറ്റ് ഞാൻ രണ്ട് പേരിൽ നിന്ന് ഞാൻ എന്തോ ബെനിഫിറ്റ് ചെയ്യുന്നുണ്ടെന്നുള്ളതാണ്. വിച്ച് അഗെയിൻ ഈസ് വാട്ട് ഹ്യൂമൻസ് ആർ ഫോർ. ഐഡിയലി സ്പീക്കിംഗ്, ഞാൻ ഇത് പറയുന്നത് കോൺട്രവേഴ്സ്യലാണ്, ബട്ട് ദിസ് ഈസ് വാട്ട് ഇറ്റ് ഈസ്. എത്തിക്കലി സോഷ്യലി ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ ഇറ്റ്സ് റോങ്. ബയോളജിക്കലി ഇറ്റ് ഈസ് നോട്ട് റോങ്. കാര്യം ഒരു വ്യക്തിക്ക് ആർക്കും 100% ഒരു പാർട്ട്ണറിൽ നിന്നെല്ലാം കിട്ടില്ല. യു ഫിനാൻഷ്യൽ സപ്പോർട്ട് കിട്ടുമായിരിക്കാം, യു കുഡ് ബി ഗുഡ് ഫ്രണ്ട്സ്, ബട്ട് മേ ബി കുറച്ചുകൂടെ എന്റെ ഒപ്പം ബിസിനസ് ചെയ്യാനോ യുനോ അല്ലെങ്കിൽ സംതിങ് ദാറ്റ് എല്ലാം എനിക്ക് എന്റെ പാർട്ട്ണറിന് കിട്ടണം എന്നില്ല. There is always someone else, who I can find comfort in. പക്ഷെ ഈ രണ്ടുപേരുമായിട്ട് ഒരു റൊമാൻറ്റിക് റിലേഷൻഷിപ്പ് കീപ്പ് ചെയ്യുമ്പോൾ it becomes difficult.